ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് പ്രൈമറി ബേസ് ചെയ്ത് വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റത്തരമുള്ളൂ. കോണ്ടൻറ്റ് വേണ്ടേ, കോണ്ടൻറ്റ് അതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ പ്രൈമറിൻ്റെ സീക്വൽ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇത് കണ്ടിട്ടാണ് ഭാവന സ്റ്റുഡിയോസ് ആൻഡ് ഗിരീഷ് ഗഡി പ്രൈമറി 2 അനൗൺസ് ചെയ്ത് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ കാഷ്വലി ചെയ്തിട്ടുള്ളൊരു നല്ല എൻ്റർടൈൻമെൻറ്റ് സിനിമയിലെ ലീഡ് ക്യാരക്ടേഴ്സിൻ്റെ ഫ്യൂച്ചർ പ്രവചിക്കുന്ന ടോക്ക് ഞാൻ ട്വിറ്ററിൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ക്ലിഫ് ഹാങ്കറുള്ള സിനിമയൊന്നും അല്ലല്ലോ, എന്നാലും ഓരോരുത്തർ പല രീതിയിൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഫ്യൂച്ചർ പറയുന്നത് കണ്ടപ്പോൾ ആ സമയത്ത് ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു. ഗിരീഷ് ഗഡി സിനിമകളിലെ പ്രധാന ഹൈലൈറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് മെയിൻ ലീഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നാലും അതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽക്കോ നിൽക്കുന്ന സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ പ്രൈമറി 2 എന്ന് പറയുമ്പോൾ സച്ചിൻ്റെയും റേനുവിൻ്റെയും നെറേറ്റീവിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നില്ല. അമൽ ഡേവിസിൻ്റെയും കുണുവാവയുടെയും നെറേറ്റീവിൽ ഒരു സ്റ്റോറി ലൈൻ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ആദ്യയുടെ ഈഗോ ട്രാക്കിൽ നിന്ന് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ വന്ന് ഫൈനലി അയാളൊരു റിലേഷൻഷിപ്പിൽ എത്തുന്ന നെറേറ്റീവ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പോണില്ല എന്ന് വിചാരിക്കുന്ന വൈശാഖ് മുരളിക്ക് ഒരു റിലേഷൻഷിപ്പിൽ അവസാനം എത്തിപ്പെടുന്ന ഒരു നെറേറ്റീവിൽ ഒരു സ്റ്റോറി ലൈൻ ചെയ്യാം. ഇങ്ങനെ നല്ല സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് അവരുടെ സൈഡിൽ നിന്നും ഒരു സിനിമ ചെയ്യാവുന്നതാണ്. ഒരു റോം കോം ജോണറിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു ട്രൈലജി ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എഴുതാൻ കോണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈം സ്പാനിലെ നെറേറ്റീവ് പിടിച്ച് അങ്ങനെ പോവുക. പിന്നെ ഒരു ലോങ് ടൈമിൽ 2 ക്യാരക്ടേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലെന്ത് ഡെവലപ്മെൻറ്റ് വരും എന്നുള്ള രീതിയിൽ ഇവിടെ അധികം സിനിമകൾ ഇല്ലാത്തത് കൊണ്ട് ഫോർ എ റോം കോം ട്രൈലജി എന്നുള്ളത് ഇവിടെ ഫ്രഷാണ്. പിന്നെ റൊമാൻസിനേക്കാളും ഗിരീഷ് ഗഡി സിനിമകൾക്ക് കോമഡിക്ക് റെലവൻസ് കൂടുതലായ കാരണം അദ്ദേഹം ഇത് ഏത് രീതിയിൽ കൊണ്ടുപോകും എന്നത് അത്ര പ്രഡിക്റ്റബിൾ അല്ല. പ്രേമലു സീക്വൽ ചെയ്യുന്നതിൻ്റെ പ്രധാനമായിട്ടും മറ്റൊരു കാരണമുണ്ട്. ഇത് തെലുഗു ആൻഡ് തമിഴ് ഓഡിയൻസിൻ്റെ ഇടയിൽ അത്യാവശ്യം പോപ്പുലറായൊരു സിനിമയായത് കാരണം ഒരു സീക്വൽ ഇറക്കുമ്പോൾ ഇത്തരം ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതിനോ സോഷ്യൽ മീഡിയയിലെ ഓഡിയൻസ് അല്ല തിയേറ്റർ ഓഡിയൻസ്. പക്ഷേ ഈ ഒരു പോപ്പുലാരിറ്റിയുടെ ബേസിൽ അത്തരം ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് ഈ സീക്വൽ ചെന്നാൽ ഒരു സ്പാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നല്ല കാര്യമല്ല. കുറച്ച് ഓവറാണ്, എന്നാലും അവിടെ ക്ലിക്കായാൽ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് 300 കോടി സിനിമയൊക്കെ കിട്ടിയാലോ. ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് എത്ര എക്സ്പെക്റ്റേഷൻ ഉണ്ടായാലും അതിൻ്റെ മോഡിലോട്ട് പോകും ഒരു സീക്വലിനോടുള്ള എക്സ്പെക്റ്റേഷൻ. കാരണം പ്രേമലു അത്രയും ട്രെൻഡായൊരു സിനിമയാണ്. ആൻഡ് പലരുടെയും മൈൻഡിൽ ഈ സിനിമയുടെ ഒരു ഇമേജ് ഉണ്ട്. പ്രേമലുവിനേക്കാൾ കൂടുതൽ കിട്ടാനാണ് സീക്വലിലും മെജോറിറ്റിയും നോക്കുക. പക്ഷേ അതൊരു ടഫ് ടാസ്ക്കാണ്. ഗിരീഷ് ഗഡി ഇനി ഫ്രഷ് ആയിട്ടൊരു സിനിമ തുടങ്ങിയാൽ പോലും അതിന് ഈ പറഞ്ഞ കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്നൊരു ഡിമാൻഡ് വരില്ല. കാരണം സീക്വൽ എന്നൊരു സംഭവം വരുമ്പോൾ മോർ ദാൻ ദി ആക്ടർ, മോർ ദാൻ ദി ഡയറക്ടർ ചെയ്തു വെച്ച ആ ഒരൊറ്റ സിനിമ ഉണ്ടാക്കുന്ന എക്സ്പെക്റ്റേഷൻസ് ആണ് അവിടെ ഒരു ഡിമാൻഡായിട്ട് വരുന്നത്. ഇതാണ് ഒരു സീക്വൽ ചെയ്യുമ്പോഴുള്ള പ്രധാന വെല്ലുവിളി. സോ പ്രൈമറി 2 കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.